ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വിനോദ് മൂത്തടം. ഞാൻ കണ്ടെത്തി, നിങ്ങൾക്കും കണ്ടെത്താം. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹിൽ പാലസ് ആണ് ഇത്, എറണാകുളത്തുള്ള ഹിൽ പാലസ്. അപ്പോൾ നമുക്ക് ഹിൽ പാലസ് കാണാൻ പോയാലോ? കമോൺ. അപ്പയാണ് ഇത് നിൽക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണല്ലോ. ബഡ്സ് സ്കൂൾ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ നിന്നാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അവിടുത്തെ PTA പ്രസിഡന്റ് ആണ് അപ്പോൾ പോകാം. ഇവിടെ അനേകം സ്കൂൾ കുട്ടികൾ വന്നിട്ടുണ്ട്. സ്കൂൾ ടൂറിന് വന്നിരിക്കുകയാണ് ഇവരെല്ലാവരും. പല സ്കൂളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വലിയൊരു സ്റ്റെപ്സ് തന്നെയാണ് ഇതെല്ലാം. ഈ രാജാക്കന്മാരൊക്കെ ഇതൊക്കെ എങ്ങനെ കയറിയോ? മുകളിൽ പോകുമ്പോൾ നമുക്കൊരു സ്വപ്ന സുന്ദരിയെ കാണാം. ഏത് സ്കൂളിലെ കുട്ടികളാണെന്ന് മനസ്സിലാക്കാൻ അവർ തൊപ്പിയും ഇട്ടിട്ടുണ്ട്. ഞാൻ മടുത്തു ഈ സ്റ്റെപ്പ് കയറി. അപ്പയ്ക്ക് നല്ല എബിലിറ്റി ഉള്ളതുകൊണ്ട് വേഗം കയറി പോകുന്നുണ്ട്. ഞാനവിടെ ക്ഷീണിച്ച് നിൽക്കുകയാണ്. ഈ രാജാക്കന്മാരെങ്ങനെ കയറി എനിക്ക് തന്നെ അറിഞ്ഞൂടാ. നിങ്ങൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായും വന്ന് നോക്കേണ്ട സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇനി ഹിൽ പാലസ് എത്താൻ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. നമുക്ക് വേഗം നടക്കാം. അവിടെ മനോഹരമായ ചെടിച്ചട്ടികൾ വെച്ചിട്ടുണ്ട്. രാജാക്കന്മാരുടെ കൊട്ടാരത്തിലോട്ടാണ് നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത്. അവരുടെ രാജസിംഹാസനമൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ അനേകം പൂച്ചട്ടികൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല വെയിലാണ്. വെയിലിൻ്റെ ചൂട് കാരണം അവിടെ എത്തിയപ്പോഴത്തേനൊരു വഴിയായി. മുമ്പിൽ തന്നെ ഒരു നല്ല വൃക്ഷം വെച്ച് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. ഇവിടെ ചെരുപ്പിടാൻ പറ്റത്തില്ല. ഇവിടെ ഒരു സ്വപ്ന സുന്ദരി നിൽപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? ഇതെൻ്റെ കൂട്ടുകാരനാണ്. ഈ നിൽക്കുന്നത് ഞാനുമാണ്. ഇതിന് ഞാനൊരു പേരിട്ടിട്ടുണ്ട്, സ്വപ്ന സുന്ദരി. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഫോട്ടോ എടുക്കുകയാണ്. നിങ്ങൾ വന്നാൽ നിങ്ങൾക്കും ഫോട്ടോ എടുക്കാം. അപ്പോൾ നമുക്ക് കയറിപ്പോകാം. ഇവിടെ അനേകം സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ സ്റ്റെപ്സ് കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ അകത്തെ കാഴ്ചയാണ് ഇതൊക്കെ. ഇത് പറയുന്ന പഴയ ഫ്ലാഗിനെ കുറിച്ചാണ്. ചെറിയ ഡ്യൂറേഷൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഫ്ലാഗിനെ പറ്റിയാണ്. ഇത് സർക്കാർ എംബ്ലമാണ്. ഇത് നിങ്ങൾ സ്വന്തം വന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇത് സർക്കാർ എംബ്ലവും അതിനെപ്പറ്റി വിശദീകരിക്കുന്നതുമാണ്. ഇവിടെ വലിയൊരു ക്യൂ തന്നെയുണ്ട്. ഇത് ഓരോ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതാണ്. ഇത് മുല്ല ഐഗായി തമ്പുരാനാണ്. ഇത് രാമവർമ്മ തമ്പുരാനാണ്. Even now you could not see this. So 18th century onwards it was like this in Kerala. That is the reason there is only one state in India which have got 100% of literacy. That is Kerala. Literacy. Only one state. That is Kerala.
ഇതൊരു തമ്പുരാൻ്റെ ഫോട്ടോയാണ്. ഇത് തമ്പുരാനാണെന്ന് എനിക്കും കൃത്യമായിട്ട് അറിഞ്ഞൂടാ. നമുക്കപ്പോൾ അടുത്ത സെഷനിലോട്ട് പോകാം. ഇവിടെ വീഡിയോ എടുക്കാനുള്ള അനുമതിയോ ഇല്ല, അതുകൊണ്ട് കുറച്ച് ഭാഗമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. വീഡിയോ എടുക്കണമെങ്കിൽ പൈസ കൊടുക്കണം. ഇത് സർക്കാരിനെ പറ്റി ഓരോ കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. ഇവിടെ ലൈൻ ബൈ ലൈനായിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഇവിടെ ഷോക്കേസിനകത്ത് മിനി ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. കുഞ്ഞു കുഞ്ഞു ശില്പങ്ങളാണിത്. എന്തുവാടെ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താണ് എനിക്ക് ഈ ഷൂ മതി, എനിക്ക് ഈ കിരീടം തന്നാണ്. കിരീടവും മനോഹരമായ ശില്പങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് പഴയ കാലത്ത് കിട്ടിയ ട്രോഫികളാണ്. പഴയ കാലത്ത് ചെമ്പിൻ്റെ ട്രോഫീസാണ് ഇതൊക്കെ. ഇത് തമ്പുരാൻ ഇരിയുന്ന രാജസിംഹാസനമാണ്. ഇത് പണ്ടത്തെ പല്ലക്കാണ്. ഋഷീനും ഇതിനെ വിളിക്കും. ന്മാർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വാഹനം കൂടിയാണിത്. ഇതിന് ഈ കാലത്തെ പോലെ എഞ്ചിനൊന്നുമില്ല. കുതിരേനെ വെച്ചാണ് ഓടിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ തള്ളിയാണ് ഇതിനെ ഓടിക്കുന്നത്. ഇതിനകത്താണ് പണ്ടത്തെ രാജാക്കന്മാരും തമ്പുരാക്കന്മാരൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് കാറും ബൈക്കൊക്കെ വന്നത്. സ്കൂളിലൊക്കെ ഇതിനെപ്പറ്റി ഒരുപാട് പഠിക്കാനുണ്ട്. അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് വന്നിട്ടുണ്ട്. ഇത് മെട്രോ ട്രെയിനിലാണ് എറണാകുളത്തുള്ള. ഞാനും അപ്പയുമാണിത്. ഇത് ഫാസ്റ്റസ്റ്റ് ട്രെയിനാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്കും സബും ബെല്ലും ചെയ്യണേ, എന്നാലേ നോട്ടിഫിക്കേഷൻ വഴി കിട്ടത്തുള്ളൂ. ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ കളമശ്ശേരിയാണ്. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹവുമുണ്ട്, അതുകൊണ്ട് കമൻറ്റും ചെയ്യണേ. അപ്പോൾ ഞങ്ങളുടെ സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. ഇതൊരു സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.